അവസാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവസാനത്തെ അല്ല, അടുത്ത വർഷം പുതിയ ഗവൺമെൻറ് അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കുകയാണ്. അന്നേരം വൻകിട പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് സ്വാഭാവികമായി അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊള്ളത്തരം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏറ്റവും വലിയ അവകാശവാദമായി ഈ അടുത്ത സമയത്ത് ഉന്നയിച്ചത് ദാവോസിൽ പോയി വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുക്കുകയും ആ പങ്കെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ 1,00,000-ൽ പരം കോടി രൂപയുടെ MOU സൈൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. മന്ത്രിയടക്കം ചീഫ് സെക്രട്ടറി അടക്കം കേരളത്തിൽ നയപ്രഖ്യാപനം അവതരിപ്പിക്കുന്ന സമയത്ത് പോലും അതിന് നിൽക്കാതെ അവരെല്ലാം അങ്ങ് പോയേക്കുമായിരുന്നു. പക്ഷെ ഞാൻ അതിൻ്റെ ഒന്ന് പരിശോധിച്ചപ്പോൾ ഗൂഗിൾ ചെയ്ത് ദിനപത്രങ്ങൾ കഴിഞ്ഞ തവണ കൊടുത്ത കഴിഞ്ഞ എക്കണോമിക് സമ്മിറ്റിലുണ്ടായ MOUവും ഇത്തവണത്തെ എക്കണോമിക് സമ്മിറ്റിലുണ്ടായ MOUവിൻ്റെ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഒപ്പിട്ട 1,000-ൽ പരം കമ്പനികൾ ഇത്തവണയും അതേ പ്രോജക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു.